നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പാനൂരിൽ ബോംബ് സ്ഫോടനം നടന്ന സംഭവത്തിൽ ഡിവൈഎഫ്ഐ നേതാക്കളടക്കം കസ്റ്റഡിയിലായ സാഹചര്യത്തിൽ പാർട്ടിക്ക് ബന്ധമില്ലെന്ന വാദം പൊളിയുന്നു. ഡിവൈഎഫ്ഐ മീത്തലെ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി അമൽ ബാബു, ചെറുപറമ്പ് ചിറാക്കരണ്ടിമേൽ സായൂജി എന്നിവർ കേസിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അമൽ ബാബുവിനെ ഇന്നലെ രാവിലെയാണ് അറസ്റ്റ് ചെയ്തത്. ഡിവൈഎഫ്ഐ പ്രവർത്തകനായ മിഥുൻ ലാലിനെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതോടെ സ്ഫോടന കേസിൽ ഡിവൈഎഫ്ഐക്കും പങ്കുണ്ടെന്ന വിവരമാണ് പുറത്തുവരുന്നത്. കൂടാതെ ഒളിവിലുള്ള പ്രതി ഷിജാൽ ഡിവൈഎഫ്ഐ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറിയാണ്. കേസിൽ പ്രതികളായ 4 പേർക്ക് പ്രത്യക്ഷമായ പാർട്ടി ബന്ധവുമുണ്ട്. സംഭവ സമയത്ത് അമൽ ബാബു സ്ഥലത്തുണ്ടായിരുന്നു എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. അന്നേ ദിവസം മിഥുൻലാൽ ബംഗളൂരിൽ ആയിരുന്നുവെങ്കിലും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നും ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടായിരുന്നുവെന്നും പോലീസ് കരുതുന്നു. ഷിബിൻലാൽ, സെൻട്രൽ കുന്നോത്തുപറമ്പിൽ കിഴക്കയിൽ അതുൽ, ചെണ്ടയാട് പാണ്ടാന്റ് താഴ, ഉറപ്പുള്ള കണ്ടിയിൽ അരുൺ എന്നിവരാണ് അറസ്റ്റിലായ മറ്റു 3 പേർ. സംസ്ഥാനം വിടാനുള്ള ശ്രമത്തിനിടെ ഇന്നലെ പുലർച്ചെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് സായൂജിനെ പിടികൂടിയത്. പാനൂരിൽ നിർമ്മാണത്തിനിടെയാണ് ബോംബ് പൊട്ടിത്തെറിച്ച് ഒരാൾ മരണപ്പെട്ടത്. സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. കൂത്തുപറമ്പ് SP KV വേണുഗോപാലിന്റെ നേതൃത്വത്തിലാണ് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചത്. സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത മുഴുവൻ ബോംബുകളും നിർവീര്യമാക്കിയതായി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ പറഞ്ഞു. വെള്ളിയാഴ്ച പുലർച്ചെ രാത്രി 1 മണിക്കായിരുന്നു സ്ഫോടനം. പാനൂർ കൈവേലിക്കൽ മുളിയാത്തോട് നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ ടെറസിൽ നിന്നും ബോംബ് നിർമ്മിക്കുന്നതിനിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. CPIM പ്രാദേശിക നേതാക്കൾ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട യുവാവിന്റെ വീട് സന്ദർശിച്ചത് വിവാദമായിരുന്നു. പാർട്ടിക്ക് സംഭവവുമായി ബന്ധമില്ലെന്ന് വാദിക്കുമ്പോഴായിരുന്നു നേതാക്കളുടെ വീട് സന്ദർശനം. ഇതിനു പിന്നാലെ കേസിൽ ഡിവൈഎഫ്ഐ നേതാക്കൾ അറസ്റ്റിലായതോടെ പാർട്ടി കൂടുതൽ പ്രതിരോധിക്കുകയാണ്. കേസിൽ ഇന്ന് കൂടുതൽ അറസ്റ്റിന് സാധ്യതയുണ്ടെന്നും പോലീസ് അറിയിച്ചു.